Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ പച്ച പപ്പായ വെച്ചിട്ട് നല്ലൊരു മസാല മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പച്ച പപ്പായയുടെ പകുതി അധികം കട്ടിയില്ലാതെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കുക്കറിലിട്ടിട്ടൊന്നും വേവിക്കുന്നില്ല, അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഈ കടുകൊന്ന് പൊട്ടി തുടങ്ങിയതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്നതിനൊപ്പം തന്നെ സവാളയൊന്ന് വഴന്നു വന്നോളും. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഒരു 2 നുള്ള് ഗരം മസാലപ്പൊടി. ചെറുതായിട്ടൊരു ഫ്ലേവർ മതി കേട്ടോ, അല്ലെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി ഈ മസാലപ്പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പപ്പായയൊക്കെ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ പിന്നെ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതൊന്ന് ചൂടായി വന്നാൽ തന്നെ ഇതിന് ചെറുതായിട്ടൊരു നനവിറങ്ങി വരും. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതിൻ്റെ ഒരു വെള്ള കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെറുതായിട്ടൊരു നനവുണ്ട്. അതിനി നമുക്ക് മൂടി തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെന്ത് കുഴഞ്ഞു പോവും. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പച്ച പപ്പായ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള മസാല മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ച പപ്പായ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.